ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി സൈഫൈ ത്രില്ലർ മൂവി ആയിട്ടുള്ള ജുറാസിക് ഗെയിം എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ റിയൽ വേൾഡ് ഗെയിമുകളെ പറ്റിയുള്ള ഒരുപാട് മൂവീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 പേരെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിട്ടിട്ട് അവിടെ എന്തെങ്കിലും ചലഞ്ചുകളും അതേപോലെ തന്നെ അതിനുള്ളിൽ ഒരുപാട് അപകടങ്ങളും കാണും. അതിൽ നിന്നെല്ലാം അവരെങ്ങനെ രക്ഷപ്പെട്ടു വരുന്നു, ആര് ജയിക്കുന്നു എന്നുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിൽ സംഭവിക്കുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസമായിട്ട് ഇതിൽ ഗെയിം കളിക്കാൻ പോകുന്നവർ പല പല തെറ്റുകൾ ചെയ്തിട്ടുള്ള ജയിൽ കുറ്റവാളികളാണ്. അതുമല്ലാതെ അവരെ ഇറക്കി വിടുന്നതോ ദിനോസറുകളെല്ലാം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക്. ഇതിൽ നിന്നും ഇവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണോ എനേബിൾ ചെയ്തിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റോറി നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ കുറ്റവാളികളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജയിലുകളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറ്റവാളികൾ പെരുകുന്നത് തടയാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ നോക്കാനുള്ള ഒരു ചിലവുണ്ടല്ലോ അതും കൂടുകയാണ്. അപ്പോഴേക്കും ഒരു TV ചാനലിലെ അവരിപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു റിയാലിറ്റി ഗെയിം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു റിയാലിറ്റി ഗെയിമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു 10 പേരെ ഞങ്ങൾ ആ ഒരു ഗെയിമിലേക്ക് പറഞ്ഞു വിടും. ആ ഒരു ഗെയിമിനുള്ളിലേക്ക് ചെന്ന് അവരതിൽ നിന്നും രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിൽ വെച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ റിയൽ ആയിട്ടും ആ ഒരാൾ മരിക്കുകയും ചെയ്യും. ഇനി അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ആ ഒരു ഗെയിം ഫിനിഷാക്കി അവർ പുറത്തേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു 10 പേരിൽ ജയിക്കുന്ന ആളെ നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഐഡിയ ആണ് ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുമല്ല, ഈ ഒരു ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു ഗെയിമിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ദിനോസർ മുതൽ ഒരുപാട് കൊടൂര മൃഗങ്ങളുണ്ടായിരിക്കും. അത്ര ആപത്തായിട്ടുള്ളൊരു ഗെയിമും കൂടിയാണിത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ഒരു കുറ്റവാളി തന്നെയാണ്. തൻ്റെ ഭാര്യയെ കൊന്നെന്നും പറഞ്ഞിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവനല്ല ഒരിക്കലും അവൻ്റെ ഭാര്യയെ കൊന്നതെന്നാണ്. അതിനുള്ള തെളിവ് അവൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയ്ക്കും വേറെ വഴിയില്ല രക്ഷപ്പെടാനായിട്ട്. അതുമല്ല, വെളിയിലുള്ള ഒരുപാട് പേർക്കറിയാം നമ്മുടെ ഹീറോ ഒരു പാവം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗെയിമിൽ ജയിച്ചിട്ട് ഹീറോയ്ക്ക് റിലീസായിട്ട് വരാൻ കഴിയത്തുള്ളൂ എന്നുള്ള തീരുമാനമെടുത്ത് ഹീറോ ആ ഒരു ഗെയിമിലേക്ക് പോകുന്നു. ഇതാണെങ്കിൽ ഹീറോയുടെ 2 കുട്ടികൾ ഇരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ആവുകയാണ്. പല രീതിയിൽ കുറ്റം ചെയ്ത 10 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരുടെ കണ്ണിൽ ഈ ഒരു വിർച്വൽ റിയാലിറ്റി ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതും ഈ ഒരു ഗെയിമിനുള്ളിലേക്ക് അവർ പോകുന്നു. അത് കഴിഞ്ഞ് അവരിപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ആ ഒരു ഗെയിമിനുള്ളിലെ ലോകത്താണ് അവർ കണ്ണു തുറക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് ഇട്ട ഒരുത്തം വന്നിട്ട് ഇവനാണ് ഈ ഒരു ഗെയിം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇവൻ വന്നിട്ട് പറയും, എല്ലാവരും ഈ ഒരു ഗെയിമിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ആ ഒരു റൂൾസ് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിലിട്ടിരിക്കുന്ന ആ ഒരു കോളർ ഉണ്ടല്ലോ അത് വെച്ച് തന്നെ നിങ്ങളെ കൊല്ലുകയും ചെയ്യുമെന്ന് പറയും. അതുമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇവർ ഈ ഒരു ഗെയിമിൽ എന്തൊക്കെ വേദനകളാണ് സഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീണ് കൈ മുറിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഒരു വേദന പറ്റി കഴിഞ്ഞാൽ അത് റിയലായിട്ട് അവരുടെ ശരീരത്ത് അവർക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് കളിക്കണം. പിന്നെ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ടെമ്പററി ആയിട്ട് വരുന്ന ആ ഒരു സേഫ് സോണിൽ നിങ്ങൾ എത്തണം. അതിവിടെ നിന്ന് കുറച്ച് ദൂരം അകലെയായിരിക്കും ഉണ്ടാവുന്നത്. അത് നിങ്ങൾ ഈ ഒരു കാടിനുള്ളിലൂടെ നടന്നു വേണം കണ്ടുപിടിക്കാനായിട്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കഴുത്തിലുള്ള ആ ഒരു കോളറില്ലേ അതിൽ റെഡ് കളർ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ദൂരെയാണുള്ളത്, ഓറഞ്ച് കളർ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അടുത്തെത്തി, ഗ്രീൻ കളർ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സേഫ് സോണിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുമല്ല, ആ ഒരു സേഫ് സോണിനുള്ളിൽ വരാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചു പോകും. PUBG ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ്. അതുമല്ല, ഈ ഒരു ഗെയിമിനുള്ളിൽ നിങ്ങൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് നിങ്ങൾ മരിക്കുകയും ചെയ്യും. കാരണം നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂളുണ്ട്. അത് വേറെ ഒന്നുമല്ല, പരസ്പരം നിങ്ങൾക്ക് ആര് വേണമെങ്കിലും അറ്റാക്ക് ചെയ്ത് മുന്നേറി പോകാൻ കഴിയും. കാരണം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ഹോസ്റ്റ് അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നതും ഇത് പോരെ. അവർക്ക് ആൾറെഡി കുറ്റവാളികളാണ്, ഇനി എന്തോ വേണം. അങ്ങനെ കാണിക്കുമ്പോൾ ആഹാ, ഒരു വലിയ ഡൈനോസർ ഇവരുടെ മുന്നിലേക്ക് വരുന്നതും ഇവരെല്ലാവരും പേടിച്ചിട്ട് ഇനിയിപ്പോൾ ഡൈനോസറിൻ്റെ സ്ഥലത്തേക്കാണ് ഇവരെ ഇറക്കി വിട്ടേക്കുന്നതെന്ന് പേടിച്ച് എല്ലാവരും ഓടാൻ തുടങ്ങുന്നതും അതിലൊരുത്തനെ ആ ഒരു ഡൈനോസർ അങ്ങനെ കടിച്ച് കൊല്ലുകയാണ്. അപ്പോൾ റിയലായിട്ടും അവൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഹോസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് ആ ഒരു ഹെൽമെറ്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സ്റ്റുഡിയോയ്ക്കകത്തേക്ക് വന്നിട്ടാണ്, ഏയ് ഇപ്പോൾ എങ്ങനെ പോകുന്നു, ഷോ നല്ലതുപോലെ പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഷോ നല്ലതുപോലെ പോകുന്നുണ്ട്, നല്ല വ്യൂസ് ഉണ്ട്, ഇത് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്, ഇതുപോലെയുള്ള ഗെയിമുകൾ നമുക്ക് ഇനിയും നടത്തണം എന്നും പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഇപ്പോൾ ഈ ഒരു ഷോ ആണ് കാണുന്നത്. അതുമല്ല, ആ ഒരു ഗെയിമിനുള്ളിൽ കാണിക്കുമ്പോൾ ഒരു മൊട്ടത്തലയൻ നല്ല തടിയുള്ള ഒരുത്തൻ
വളരെ മോശമായിട്ടുള്ള ഒരുത്തനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു കുറ്റവാളിയാണ്. അവനിപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തുള്ള വീക്കായിട്ടുള്ള ഒരാളെ അടിച്ചിട്ടിട്ട് അവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് പ്ലീസ് എന്നെ കൊല്ലരുത്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ഒരാഗ്രഹമില്ല, നീ എന്നെ വിട്ട് കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും ശരി നിന്നെ ഞാൻ പിന്നെ നോക്കിക്കളാന്ന് പറഞ്ഞിട്ട് തിരിയുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഇവന്റെ മുതുകിലേക്ക് ചാടിക്കയറി അവന്റെ കഴുത്ത് കടിക്കാൻ തുടങ്ങും. എന്തൊരു മനുഷ്യനാണോ എന്തോ അവൻ. അതേസമയം ഈ ഒരു മൊട്ടത്തലയാണെങ്കിലും ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്നും ജീവനം കൊണ്ട് കണ്ട വഴി ഓടുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു ഹോസ്റ്റ് ഈ ഷോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇങ്ങനെ പറയാണ്. ഈ ഒരു ഗെയിമിൽ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഈ ഒരു കാട് കടന്ന് അവരപ്പുറത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു മെയ്സ് പോലെയുള്ള സ്ഥലമുണ്ട്, അതിനുള്ളിൽ നിന്നും അവർ ശരിയായിട്ടുള്ള വഴി കണ്ടുപിടിച്ച് പുറത്തേക്ക് പോകണം. മൂന്നാമതായിട്ട് അവർക്കുള്ള ഒരു ചലഞ്ച് എന്താണെന്നറിയോ, ഒരു മൈൻ ഫീൽഡ് ഉണ്ട്, അത് കടന്നു പോകണം. ഇനി അവസാനത്തെ ആ ഒരു സ്റ്റേജ് അതെന്താണെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ വയ്ക്കാം, അവസാനം മാത്രമേ ഞങ്ങളത് പറയുന്നുള്ളൂ. ഇത് ഇത്രയും അവർ കടന്നു പോയി കഴിഞ്ഞാലേ ജയിക്കാൻ കഴിയൂ. അതുമല്ല ഈ ഒരു 4 സ്റ്റേജുകളിലും ഡൈനോസർ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെയും ഈ ഒരു ഷോ കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നതും ഇപ്പോൾ അവർ സ്ക്രീനിൽ ഓരോ കുറ്റവാളിയുടെ പേര്, അവരുടെ വയസ്സ്, എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ തെളിഞ്ഞു വരുന്നു. അതേസമയം ഈ ഒരു ഗെയിമിന്റെ ഡയറക്ടറായിട്ടുള്ള ലേഡി ഈ ഹാക്കർമാരാരെങ്കിലും ഇതിനകത്തേക്ക് കയറുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ജോലിക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചെക്ക് ചെയ്യാണ്. അപ്പോഴേക്കും ആ ഒരു ഹോസ്റ്റ് വിടുന്ന് പറയും ഓക്കെ ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയാൻ പോവാണ് എന്ന് പറയുന്നതും ആ ഒരു ഡൈനോസർ കടിച്ചിട്ട് ഒരുത്തൻ മരിച്ചല്ലോ, അവനിപ്പോൾ റിയലായിട്ട് അവൻ മരിച്ചു, അതുകൊണ്ട് അവന്റെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതുമല്ല ഇത് കാണുന്ന ജനങ്ങളോട് ആ ഒരു ഹോസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അവനൊരു കുറ്റവാളിയാണ്, അവൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ, അവനൊരു കെമിസ്ട്രി പ്രൊഫസറാണ്, അവൻ പഠിപ്പിക്കുന്ന ആ ഒരു കോളേജിലെ ഒരുപാട് കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു വലിയ ബ്ലാസ്റ്റ് അവൻ ഉണ്ടാക്കി മനഃപൂർവ്വം ഒരുപാട് പേരെ കൊല്ലാൻ വേണ്ടി എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഫൂട്ടേജും അവർക്ക് ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒരു കുറ്റവാളി മരിച്ചതുകൊണ്ട് ആരും അങ്ങനെ വിഷമിക്കത്തൊന്നുമില്ല, അവരുടെ കുടുംബം അല്ലാതെ. അതേസമയം ഈ ഒരു ഗെയിമിനുള്ളിൽ കാണിക്കുമ്പോൾ റോയി എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്. അവളിങ്ങനെ നടക്കുന്ന സമയത്താണ് ആ ഒരു മുട്ടത്തലേൻ്റെ മുന്നിലേക്ക് വന്ന് പെടുന്നത്. അവൻ പെട്ടെന്ന് അവളെ പിടിച്ച് അവളെ കൊല്ലാണ്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ എല്ലാവരെയും കൊന്ന് ഞാൻ ഈ ഒരു ഗെയിമിൽ ജയിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ സമയം നമ്മുടെ ഹീറോ പെട്ടെന്ന് ചാടി വീണ ആ ഒരു മുട്ടത്തലേനെ അടിച്ചു കളയും. അപ്പോൾ ആ ഒരു മുട്ട പറയുന്നുണ്ട് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോയോട് ഫൈറ്റ് ചെയ്യുന്നതും ഹീറോ തിരിച്ചും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഹീറോയ്ക്ക് അവനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് മണ്ണ് വാരി അവൻ്റെ കണ്ണിലേക്കിട്ട് അടുത്തുള്ളൊരു കല്ലെടുത്ത് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റ ഇടി. ആ ഒരു ഇടി കൊള്ളുന്നതും അവൻ നേരെ താഴേക്ക് വന്ന് വീഴുമ്പോൾ ആ റോയി എന്ന് പറഞ്ഞ പെണ്ണ് ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. അവളാണെങ്കിൽ ഒരു കല്ലെടുത്തുകൊണ്ടുവന്ന് അവൻ മരിക്കുന്നത് വരെ അവൻ്റെ തലയിൽ ഇടിച്ചിടിച്ച് അവനെ കൊല്ലുകയാണ്. അവസാനം ഒരു സൈക്കോയെ തന്നെ രക്ഷപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അവൾ പറയുന്നത് ഈ ഒരു ഗെയിമിൽ പരസ്പരം എല്ലാവരെയും കൊന്നിട്ട് വേണം ജയിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ വെറുതെ വിടുന്നു, നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും അവളുടെ പുറകെ തന്നെ നമ്മുടെ ഹീറോയിൻ നടന്നു പോവാണ്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എതിർക്കുന്നവരും എന്തായാലും ഉണ്ടാവുമല്ലോ. അതിൽ എതിർക്കുന്നവർ ഈ ഒരു ഗെയിം മനുഷ്യന് തന്നെ ആപത്താണെന്നെല്ലാം പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊരു റിപ്പോർട്ടർ പെണ്ണാണ് ലാറ. അവളാണെങ്കിൽ ഇപ്പോൾ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് വന്ന് അവൻ്റെ കുട്ടികളുടെ മുന്നിൽ നിന്നിട്ടാണ് പറയുന്നത് ശരി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെന്നുണ്ടോ, അത് ഞങ്ങൾ നിന്റെ അച്ഛനോട് പറയും എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയുടെ മകൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛാ പ്ലീസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാ, ഞങ്ങൾക്ക് ആകെയുള്ളത് അച്ഛൻ മാത്രമാണ് എന്നിങ്ങനെ പറയുന്നതും ഹീറോയുടെ മകനാണെങ്കിലോ എൻ്റെ അച്ഛനൊരു പാവമാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛനെ വെറുതെ വിട്ടാൽ മതി, ആ ഒരു ഗെയിമിൽ ജയിക്കും എന്നെല്ലാം പറഞ്ഞ് ഇവരായാലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും വെളിയിൽ ഒരുപാട് സമരക്കാരുണ്ട്. അതേസമയം തന്നെ ഈ ഒരു ഗെയിമിൽ കാണിക്കുമ്പോൾ ആ ഒരു പെണ്ണിന്റെ പുറകെയാണല്ലോ ഇപ്പോഴും നമ്മുടെ ഹീറോ പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ പറയുന്നത് അല്ല നിന്നെ കണ്ടിട്ട് തന്നെ ഒരു പാവത്തിനെ പോലെ തോന്നുന്നു, നീയൊക്കെ എങ്ങനെയാ ഇതിനകത്തേക്ക് വന്നത്, അതുമല്ല നിന്നെ പോലെയുള്ള പാവങ്ങൾ ഈ ഒരു ഗെയിമിൽ ഒരിക്കലും വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഒരു കയറെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് ഇട്ട് അവിടെ ഒരു അടുത്ത് കെട്ടി തൂക്കി ഇങ്ങനെ ഇട്ടിട്ട് പോവാണ്. എന്നിട്ട് പറയും ജീവനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യമാണെങ്കിലോ ഷോയിലൂടെ ടിവിയിലൂടെ ഹീറോയുടെ മകളും മകനും ഇങ്ങനെ കാണുന്നു. അവരാണെങ്കിലും പേടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആരോ ഒരാൾ വന്നിട്ട് നമ്മുടെ ഹീറോയെ അങ്ങ് രക്ഷിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പേര് റെൻ എന്നാണ്. അപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഹീറോയോട് പറയുന്നത് ശരി ഈ ഒരു ഗെയിമിൽ നമ്മൾ രണ്ടുപേരും പരസ്പരം സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനം വരെ നമുക്ക് എത്താൻ കഴിയത്തില്ല, അതുകൊണ്ട് ഫൈനൽ റൗണ്ട് വരെ നമുക്ക് പരസ്പരം സഹായിച്ച് മുന്നിലേക്ക് പോകാം. അപ്പോൾ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ രക്ഷിച്ച ഒരാൾക്ക് ഈ ഒരു കാര്യം പോലും ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. അതേസമയം റോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ പറ്റി ആ ഒരു ഷോയിലൂടെ ഇങ്ങനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഒരു ഉഗ്രൻ സൈക്കോയാണ്, വെറുതെ അല്ല നമ്മുടെ ഹീറോയ്ക്ക് പണി കൊടുത്തിട്ട് പോയത്, അത് ഒരു സീരിയൽ കില്ലർ. അപ്പോൾ ഇവളോട് കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് ആ ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ അവൾ ചെല്ലുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പേരെ കൊല്ലണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ കഴിഞ്ഞില്ല, അതിനു മുന്നേ എന്നെ പിടിച്ച് ജയിലിട്ടു,
അങ്ങനെയുള്ളൊരു സൈക്കോ അതേസമയം എല്ലാവരെയും ഇപ്പോൾ റിപ്പോർട്ടർ ഉണ്ടല്ലോ അവളെ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് ആ ഒരു വീഡിയോ എല്ലാം വെച്ചിട്ട് എഡിറ്റ് ചെയ്യാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നടക്കുന്ന കുറ്റവാളികളെ പറ്റി നല്ല കാര്യങ്ങൾ എഴുതിയിട്ടാണ് അവളിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ട ആ ഒരു പ്രൊഡ്യൂസർ ലേഡി അവർ വന്നിട്ട് പറയും, ഒരു കാരണവശാലും നീ ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല, അവരെ പറ്റി ഒരിക്കലും നല്ല കാര്യങ്ങൾ എഴുതാൻ പാടില്ല. നമുക്കിപ്പോൾ ആവശ്യം വ്യൂസ് ആണ്, അതിനു വേണ്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് മാത്രം ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഈ ഒരു ജോലിയിൽ നിന്ന് ഞാൻ പറഞ്ഞുകൊള്ളുമെന്ന് പറയുമ്പോൾ അതേസമയം ഇവിടെ അവർ ഗെയിമിൽ കാണിക്കുമ്പോൾ ഒരു മുടിയനുണ്ട്. അവനാണെങ്കിൽ ഓടി വരുന്ന സമയത്ത് ഒരു പാറയുടെ ഇടയിൽ അവൻ്റെ കാല് കുടുങ്ങിയിട്ട് ഇപ്പോൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞൊണ്ടി ഇങ്ങനെ പോവാണ്. അതേസമയം അവൻ്റെ പുറകെ രണ്ടുപേര് വരുന്നുണ്ട്. അവർ രണ്ടുപേരും സഹോദരങ്ങളും കൂടിയാണ്. ഇവനെ കാണുന്നതും അവർ പറയും, ഇനിയിപ്പോൾ നീ ഒരു ഗെയിമിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാണെന്ന് പറയുമ്പോൾ അവൻ പറയും, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഈ ഒരു ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പണം ഞാൻ തരും, ഇനി ഒരു ഫൈനൽ റൗണ്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കോടിക്കണക്കിന് സ്വത്തുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്കായിരിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അതിലൊരുത്തം മാത്രം ഇവൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് കുറേ ഡൈനോസറുകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇത് കണ്ട ആ ഒരു ഹോസ്റ്റ് ആ ഒരു എഡിറ്ററിനോട് പറയും, ശരി ആ ഒരു ഡൈനോസറുകളെല്ലാം അവിടെ നിന്ന് മാറ്റിയേക്ക്, ഇവർ മൂന്നുപേരും തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്, അവർ തന്നെ പരസ്പരം അടിച്ച് ചത്തോളും, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു എഡിറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഡൈനോസറുകളെല്ലാം അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. അതേസമയമാണ് ആ ഒരു സഹോദരങ്ങളിൽ മൂത്ത ഒരുത്തൻ ഈ ഒരു മുടിയനോട് പറയും, ശരി നീ തരാൻ പോകുന്ന ആ ഒരു പണം വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ അമ്മയുടെ ചികിത്സാ ചെലവ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ഈ ഒരു ഹോസ്റ്റ് ഇപ്പോൾ ഓഡിയൻസിനോട് ഇങ്ങനെ പറയാണ്, ഒരു കാര്യമില്ല, കാരണം ഇവൻ്റെ അമ്മ കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചു പോയതേ ഉള്ളൂ എന്ന് വളരെ സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഈ ഒരു ഗെയിമിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു കാടിനുള്ളിൽ ഒരു സേഫ് സോൺ വരാൻ പോവാണ്. അതുപോലെ അതിനകത്തേക്ക് പെട്ടെന്ന് കയറണമല്ലോ. റെൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തന്നെ നമ്മുടെ ഹീറോയും നല്ല വേഗത്തിലോടി ഒരു വിധത്തിൽ അവർ ആ ഒരു സേഫ് സോണിലേക്ക് എത്തുകയും ചെയ്തു. അതേസമയം സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു സൈക്കോയെ കണ്ടിരുന്നല്ലോ, അവർ തടിയനെ കടിച്ച അവനിപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നു. അവളാണെങ്കിൽ ഒരു ക്രിമിനലാണ്, അവളെ കൊന്ന് തിന്നാന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ ആ ഒരു സേഫ് സോണിൻ്റെ ഒരു ഡോറുണ്ട്, അത് അവിടേക്ക് ഇങ്ങനെ കാണിക്കുന്നതും പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് കയറണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഔട്ടായി പോകും. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഇവരെല്ലാവരും ഇപ്പോൾ അകത്തേക്ക് കയറാണ്. ഇപ്പോൾ സേഫായിട്ടുള്ളത് 8 പേരാണ്. അതുപോലെ ഇപ്പോൾ അവർ ആ ഒരു ഡോർ വഴി അകത്തേക്ക് കയറുമ്പോൾ ഇത്രയും നേരം അവർ കാടിനകത്തായിരുന്നല്ലോ, ഇപ്പോൾ അവർ ഒരു റൂമിനകത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും പരസ്പരം കാണുന്നതും ഓടി വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും മയങ്ങി വീഴാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ പരസ്യം കാണിക്കുകയാണ്. അതുപോലെ പരസ്യം എങ്ങനെയാണെന്നറിയോ, ഈ കുറ്റവാളികളുടെ എല്ലാം പാവകളുണ്ടല്ലോ അത് വെച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് വിൽക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പരസ്യം ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ഗെയിം വീണ്ടും സ്റ്റാർട്ട് ആവുകയാണ്. അതേസമയം ഈ ഒരു 8 പേരുടെ കയ്യിലും ചങ്ങലയിട്ടിട്ട് അവരെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. കൂടാതെ ആ ഒരു ഹോസ്റ്റ് അവരുടെ മുന്നിൽ നിന്നിട്ട് അടുത്ത റൂളുകൾ ഇങ്ങനെ പറയാണ്, ഓക്കെ നിങ്ങൾ ആദ്യത്തെ ലെവലിൽ കടന്നു വന്നു, ഇനിയുള്ളത് രണ്ടാമത്തെ ലെവലാണ്, ഇതാണെങ്കിൽ ഒരു മെയ്സ് ആണ്, നിങ്ങളുടെ മുന്നിലുള്ള ഒരു സ്ക്രീനിലും ആ ഒരു മെയ്സ് ഞങ്ങൾ കാണിച്ചു തരും, ഇതാരാണോ കടന്നു വരുന്നത് അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു ഗണ്ണ് ഞങ്ങൾ തരും, അതും ആ ഒരു സ്ക്രീനിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു മെയ്സ് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് എല്ലാവരും അത് ഫിനിഷ് ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു സൈക്കോ ഉണ്ടല്ലോ ഒരുത്തനെ കടിച്ച അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മെയ്സ് ഫിനിഷ് ആക്കിയിട്ട് അവനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു തോക്കും കിട്ടുന്നു. ആ ഒരു തോക്കെടുത്ത് കാല് വയ്യാത്ത ഒരുത്തനുണ്ടല്ലോ ആ ഒരു മുടിയൻ, അവനെ തന്നെ ആദ്യം ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ആരെയാണെന്ന് വെച്ചാൽ റെന്നുണ്ടല്ലോ നമ്മുടെ ഹീറോയുടെ സുഹൃത്ത്, അവനെ കൊല്ലാന്ന് പറഞ്ഞ് തോക്കും ചൂട്ടി ഇങ്ങനെ നിൽക്കുന്നതും അവൻ പെട്ടെന്ന് ഹേയ് വേണ്ടെന്ന് പറയുമ്പോൾ ഇവ ഷൂട്ട് ചെയ്യും. പക്ഷെ അത് ജസ്റ്റ് മിസ്, കൊള്ളത്തില്ല. അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ ആ ഒരു മേസ് ഫിനിഷ് ആക്കിയിട്ട് ഹീറോയുടെ കയ്യിൽ ആ ഒരു വിലങ്ങ് അഴിഞ്ഞു പോകുന്നതും ഇവൻ്റെ തലയിലേക്ക് അടിച്ച് അവനെ താഴേക്ക് വീഴ്ത്താണ്. പക്ഷെ അവിടെയാണ് ആ ഒരു ഗെയിം നടത്തുന്നവർ അടുത്തൊരു പണി ഇവർക്ക് കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല, അതിനകത്തേക്ക് ആ ഒരു ഡൈനോസറുകളെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും അതിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്തുള്ള റൂമിനകത്തേക്ക് കയറി പോകുന്നതും നമ്മുടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ റെൻ എന്ന് പറഞ്ഞിട്ട് അവൻ മാത്രം അതിൽ പെട്ടുപോകും. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ ആ ഒരു തോക്കെടുത്ത് ആ ഒരു വിലങ്ങ് പൊട്ടിച്ചിട്ട് അവനെ വിളിച്ച് അകത്തേക്ക് പോവാണ്. അതുമല്ല ഇവർ ആ ഒരു റൂമിനകത്തേക്ക് കയറി പോകുമ്പോൾ അതിനകത്തൂടെ ഒരുപാട് വഴിയുണ്ട്, അതിൽ നിന്നും ഇവർ രക്ഷപ്പെട്ട് പോയേ പറ്റൂ. അതിൽ റെൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവനാണെങ്കിൽ പല വഴി കറങ്ങി അവസാനം വീണ്ടും ഇവർ തുടക്കത്തിൽ എവിടെയാണോ വന്നത് ആ ഒരു റൂമിലേക്ക് തന്നെ വരികയാണ്. അവിടെയാണെങ്കിൽ ആ ഒരു ഡൈനോസറുകൾ ഉള്ളത് കൊണ്ട് ഇവനാണെങ്കിലും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊമ്പും കരാട്ടയൊക്കെ അറിയാമെന്ന് തോന്നുന്നു, അതുപോലെയെല്ലാം അതിനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതവനെ വെറുതെ വിടോ, ഒരു ചിക്കൻ റോള് മുന്നിൽ കിട്ടിയതുപോലെ ആ ഒരു ഡൈനോസറുകൾ അവനെ കടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെയും അവൻ മരിച്ചു കഴിഞ്ഞു. അതേസമയം വേറൊരു ക്രിമിനലായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവളുടെ പേര് സ്റ്റെഫിനി എന്നാണ്. അവളാണെങ്കിലും ഇപ്പോൾ ഒളിച്ചൊളിച്ചൊരു റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ പുറകെ ഒരു ഡൈനോസർ അങ്ങനെ വരുന്നു. അവളുടെ കഥ കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനു മുന്നേ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ആ ഒരു ഡൈനോസറിനെ ഷൂട്ട് ചെയ്യാണ്, അവളെ രക്ഷപ്പെടുത്തി. അതേസമയം ഈ ഒരു ബുള്ളറ്റ് സൗണ്ട് കേട്ട് ബാക്കിയുള്ള ഡൈനോസറുകളും നേരെ ആ ഒരു വശത്തേക്ക് ഓടി ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇവരായാലും ആ ഒരു മെയ്സ് ഇപ്പോൾ കടന്നു പോയേ പറ്റൂ, അതുകൊണ്ട് പല വഴിയിലൂടെ ഇങ്ങനെ ഓടാണ്.
ഓടി ഓടി അവസാനം എല്ലാവരും ഇപ്പോൾ കൂട്ടിമുട്ടി. എന്നിട്ട് ഒരു പ്രത്യേക വഴിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും അവിടെ ഒരു ഗേറ്റ് പോലൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞാലേ ഇവർക്ക് ഒരു മെയ്സ് പൂർത്തിയാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാണെങ്കിലോ നമ്മുടെ ഹീറോ ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതും എല്ലാവരും അതുവഴി ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ പോവാണ്. ആ ഒരു ഡൈനോസറുകളാണെങ്കിലും അവരുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാവരും അതുവഴി നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ ഹീറോ അവസാനമായി പോയി. എന്നിരുന്നാലും ഹീറോ തിരിഞ്ഞു നിന്നിട്ട് തോക്കുള്ളത് കൊണ്ട് ആ ഒരു ഡൈനോസറുകളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു വിധത്തിൽ ഹീറോ നേരെ വെളിയിലേക്ക് വരുന്നു. അങ്ങനെ ഹീറോ വെളിയിലേക്ക് വരുന്ന ആ ഒരു സമയം തന്നെ ആ കഴുത്തി കടിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനിപ്പോൾ ഹീറോയെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ചാടി ഇങ്ങനെ വരുന്നതും ഹീറോയുടെ തലയിലേക്ക് ഒരു കല്ലെടുത്ത് ഇടിച്ചിട്ട് ഹീറോയുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് വാങ്ങി ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ബുള്ളറ്റ് തീർന്നുപോയി. പെട്ടുപോയി മോനെ നീ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഹീറോ ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അവൻ്റെ ബോധം പോകുന്നതും ആ ഒരു ഹോസ്റ്റ് ഇപ്പോൾ വീണ്ടും ഇവരുടെ മുന്നിൽ വരികയാണ്. ശരി, നിങ്ങൾ രണ്ടാമത്തെ ലെവലും ഇപ്പോൾ പൂർത്തിയാക്കി എന്നും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ എന്തോ ഒരു മാപ്പുണ്ട്. അതെടുത്ത് സ്റ്റെഫ്നി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിൻ്റെ കയ്യിൽ കൊടുക്കണം. കാരണം ഇവളാണ് ഈ ഒരു ലെവലിൽ നിന്നും ഫസ്റ്റ് പുറത്തേക്ക് വന്നത്. ശരി, ഇതാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്കുള്ള ആ ഒരു വഴി. അതുമല്ല, നിങ്ങൾ അടുത്ത ലെവലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ബുള്ളറ്റ്, തോക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവിടേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാമെന്ന് പറയുന്നതും എല്ലാവരും ഇപ്പോൾ അവളെ ഫോളോ ചെയ്ത് പോവാണ്. അതേസമയം ഈ ഒരു ഷോയിലാണെങ്കിൽ സ്റ്റെഫിനിയെ പറ്റി ഇങ്ങനെ പറയുന്നു. സ്റ്റെഫിനി എന്ന് പറയുന്ന ആ ഒരു പെണ്ണൊരു സാധാരണ പെണ്ണൊന്നുമല്ല. ലൈവായിട്ട് സ്ട്രീം ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഒരുപാട് പേരെ കൊന്നിട്ടുള്ളത്. അവൾക്കത് വേറൊരു ഫണ്ണായിട്ടുള്ള ഗെയിം മാത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരെ കൊന്നതുകൊണ്ടാണ് അവളെ ഇപ്പോൾ ജയിലിൽ പിടിച്ചിട്ടുള്ളത്. അതേസമയം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഗെയിം അത് നല്ലതാണോ, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു ഡയറക്ടർ ആണെങ്കിലും പെട്ടെന്ന് വന്നിട്ട്, നിങ്ങൾ പറയുന്നത് പോലെ ഇതിനുള്ളിലുള്ളത് എന്തോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണോ? എല്ലാവരും കുറ്റവാളികളാണ്. അവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും അതേ തെരി തന്നെ ആവർത്തിക്കും. ഇല്ല, ഈ ഒരു ഗെയിമിൽ നിന്ന് പുറത്ത് വന്നാലും ഒന്നുകിൽ അവർക്ക് മരണശിക്ഷ, ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അതിലും നല്ലത് ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം തന്നെയാണെന്നാണ് ആ ഒരു ഡയറക്ടർ ഇപ്പോൾ എല്ലാവരോടും പറയുന്നത്. അങ്ങനെ അവരോട് അത്രയും കാര്യങ്ങൾ പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ടാണ് ഇവരിപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നത്, ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ ഒരുത്തൻ പോലും രക്ഷപ്പെടാൻ പാടില്ല, എല്ലാം അതിനകത്ത് തന്നെ മരിക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ഇങ്ങനെ ചെയ്യാണ്. അതേസമയം ഗെയിമിനുള്ളിൽ കാണിക്കുമ്പോൾ എല്ലാവരും പേടിച്ചാണ് അവിടേക്ക് നടന്നു പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു ചെറിയ ഡൈനോസറുകളല്ലാതെ വലിയ വലിയ ഡൈനോസറുകളൊക്കെ ഉണ്ട്. ഈ മാംസം കഴിക്കാത്ത ഇലകളും മറ്റും മാത്രം കഴിക്കുന്ന വലിയ ഡൈനോസറുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇവരെല്ലാം നടന്നു പോകുന്ന സമയത്താണ് ആ ഒരു സ്റ്റെഫിനിയുടെ കയ്യിൽ നിന്നും രണ്ട് സഹോദരങ്ങളുണ്ടല്ലോ, അതിൽ ആ ഒരു ചേട്ടൻ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് മോഷ്ടിക്കും. എന്നിട്ട് അതും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് വഴക്കുണ്ടാക്കുകയാണ്, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുമെന്നും പറഞ്ഞിട്ട്. അതേസമയം ആ ഒരു മുടിയനുണ്ടല്ലോ, കാലുവയ്യാത്ത, അവനൊരിടത്ത് റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പിറകെ ഒരു വലിയ ചെടി അങ്ങനെ വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ രക്ഷിക്കുന്ന പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന ആ ഒരു സഹോദരങ്ങളിൽ ആ ഒരു ചേട്ടനുണ്ടല്ലോ, അവനാണ് ചെന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു ചെടി അവൻ്റെ തല ഉള്ളിലാക്കിയത് കൊണ്ട് അവൻ്റെ മുഖം ഒരുപാട് ഡാമേജായി. അവൻ ഉടനെ തന്നെ മരിക്കാൻ പോവാണ്. അപ്പോഴേക്കും അവൻ പറയും, ഇനി നിങ്ങൾക്ക് പണവുമില്ല ഒന്നുമില്ല, കാരണം നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന ആ ഒരു സഹോദരൻ പെട്ടെന്ന് അവനെ ചവിട്ടി തന്നെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അതേസമയം നമ്മുടെ സ്റ്റെഫിനി ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു മാപ്പ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു മാപ്പ് നോക്കി തന്നെ ഇവർ പോകേണ്ട ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അത് കടന്നു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ മുന്നിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു മതിലിങ്ങനെ വരുന്നത്. അതുവഴി അവർക്ക് പോകാൻ കഴിയുന്നില്ല. അതേസമയം ആ ഒരു ഹോസ്റ്റ് അവിടേക്ക് വന്നിട്ട്, ശരി, ഇപ്പോൾ നിങ്ങൾ 2 സ്റ്റേജ് കടന്നു വന്നു, ഇനി ഇപ്പോൾ 3ാമത്തെ ഒരു സ്റ്റേജാണ്, അതെന്താണെന്നറിയോ എന്നും പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഒരു ഡൈനോസർ അവരുടെ മുന്നിലേക്ക് വരാണ്. അതാണെങ്കിലും ചാടി ഇങ്ങനെ വരുമ്പോൾ ഒരു മൈനിലേക്ക് ചവിട്ടി അതങ്ങ് പൊട്ടിത്തെറിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടെല്ലാം ഇതേപോലെ മൈനുകളായിരിക്കും, അത് കടന്നിട്ട് വേണം ഇവർ പോകാനായിട്ട്. അതുമല്ലാതെ അവിടെയും ആ ഒരു ഡൈനോസറുകൾ കാണും. അതേപോലെ തന്നെ മുകളിലൂടെ പറക്കുന്ന വലിയ വലിയ മനുഷ്യനെ തിന്നുന്ന പക്ഷികളും ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട്, ശരി, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തോക്കും മറ്റു കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്റ്റെഫിനി ആണെങ്കിലും ആ ഒരു മാപ്പ് ഉപയോഗിച്ചിട്ട് മുന്നിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ഈ 2 സഹോദരങ്ങളിലെ ആ ഒരു ചേട്ടനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചിട്ട്, നീ ഇവിടെ തന്നെ കിടക്ക്, ഞങ്ങൾ പോവാന്നും പറഞ്ഞ് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ടൈം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ അവനെ വെളിയിലേക്ക് തള്ളിയിട്ട് അകത്തേക്ക് പോകുന്നതും അതോടെ തന്നെ ആ ഒരു ചേട്ടൻ അവൻ്റെ തല പൊട്ടി അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അതേസമയം ആ ഒരു അനിയനാണെങ്കിൽ, ചേട്ടാ നീ എന്താ കാര്യം ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് വഴക്കെല്ലാം പറയുന്നുണ്ട്. എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ, മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ ഇവർ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു ഡ്രാഗൺ പക്ഷികളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു സഹോദരനുണ്ടല്ലോ, അവൻ മാത്രം ഇതിന് മുന്നിൽ പെട്ടുപോകും. അങ്ങനെ ആ ഒരു പക്ഷി എന്താ ചെയ്യുന്ന വെച്ചാൽ അവനെ തൂക്കിയെടുത്ത് മുകളിലേക്ക് പറന്നിട്ട് പെട്ടെന്ന് താഴെ കിട്ടി കൊടുക്കുമ്പോൾ അവൻ നേരെ ഒരു മൈനിലേക്ക് വന്ന് വീണ്
അതങ്ങ് പൊട്ടിത്തെറിച്ച് അവൻ അവിടെ വെച്ച് മരിക്കുന്നു. അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള തോക്കും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് നമ്മുടെ സ്റ്റെഫിനെ ആദ്യം കണ്ടുപിടിച്ച് അതിനകത്തുള്ള തോക്കും ബുള്ളറ്റും എടുക്കുകയാണ്. എന്നിട്ട് ഇവരോട് പറയും, ശരി ഇപ്പോൾ എൻ്റെ കയ്യിലാണ് തോക്കും ബുള്ളറ്റും ഉള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കാവൂ, എന്നെ ആരും അറ്റാക്ക് ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് സേഫായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമല്ലോ. അതിനു മുന്നേ ഇവരെല്ലാവരും ഒരിടത്തേക്ക് പോയിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ആ ഒരു റോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ അവളെ മാത്രം കാണാനില്ല. അവളിവിടെ പോയി ഇങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ഹീറോ ചോദിക്കും, ശരി ഹീറോ സ്റ്റെഫിനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ചോദിക്കും, അല്ല നിന്റെ കയ്യിലുള്ള ആ ഒരു ബുള്ളറ്റ് അതെനിക്ക് തരാൻ കഴിയുമോ, എന്നെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എനിക്കതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഏയ് ഇല്ലല്ലോ ഒരിക്കലും നിനക്ക് തരത്തില്ല, ഞങ്ങളെല്ലാവരെയും കൊന്ന് നിനക്ക് ഫസ്റ്റ് പോകാനായിട്ടല്ലേ. അപ്പോൾ ഹീറോ പറയും, ഏയ് അതിന് വേണ്ടിയിട്ടൊന്നല്ല, നിങ്ങൾ എല്ലാവരെയും രക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ശരി വേണ്ടാന്ന് പറഞ്ഞിട്ട് റോയി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ അന്വേഷിക്കുവാണ്. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ അവിടെ ഒരിടത്ത് വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹീറോ പറയും, എന്തേ വിഷമിച്ചിരിക്കുന്നേ, ശരി എൻ്റെ കഥ ഞാൻ പറയാം. അന്ന് എന്താ സംഭവിച്ചെന്നറിയോ, എൻ്റെ വീട്ടിലേക്ക് ആരോ ഒരാൾ അതിക്രമിച്ച് കയറിയിട്ട് ഒരു കത്തിയെടുത്ത് എൻ്റെ ഭാര്യയെ കൊല്ലുമായിരുന്നു. എന്നിട്ട് ആ ഒരു കത്തി അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയതും പോലീസ് അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ തന്നെ കത്തിയായിരുന്നു. അതുകൊണ്ട് ഞാനാണ് എൻ്റെ ഭാര്യയെ കൊന്നതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവർ അറസ്റ്റ് ചെയ്തത്. പക്ഷെ എത്ര പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇപ്പം എന്തിനാ എന്നോട് പറയുന്നത്, ശരി ഇതിനു വേണ്ടിയിട്ട് നിന്നെ എന്തായാലും ഞാൻ ഫൈനൽ റൗണ്ടിലേക്ക് കൊണ്ടുപോകും, പക്ഷെ അവിടെ വെച്ച് ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ എന്തായാലും ജയിക്കും എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പുറകിൽ ആരോ കരയുന്നൊരു ശബ്ദം. എന്താണെന്ന് പറഞ്ഞിട്ട് ഇവർ ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കഴുത്ത് കടിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനിപ്പോൾ സ്റ്റെഫിനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ കഴുത്ത് കടിച്ച് അവളെ കൊല്ലാണ്ട് ശ്രമിക്കുകയാണ്. അവളാണെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവിടേക്ക് വന്ന് ഇവനെ പിടിച്ച് നല്ലതുപോലെ അടിക്കും. പക്ഷെ അതിന് മുന്നേ തന്നെ അവനൊരു കമ്പെടുത്ത് ഹീറോയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്തി, എന്നിട്ട് ഹീറോയെ അടിച്ച് താഴേക്കിട്ട് ഹീറോയുടെ കയ്യിലുള്ള ഒരു തോക്കെടുത്ത് അത് കഴിഞ്ഞ് സ്റ്റെഫിനിയുടെ കയ്യിൽ നിന്നും ആ ഒരു ബുള്ളറ്റും എടുത്ത് ലോഡ് ചെയ്തിട്ടാണ് വാടാ എല്ലാത്തിനെയും കൊല്ലാന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി അവിടെ ഇല്ല ഇങ്ങനെ നോക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും നേരെ ഒരു പാറയുടെ ഇടയ്ക്ക് ഓടി ഇങ്ങനെ ഒളിക്കാണ്. അതുമല്ല അവിടെയാണെങ്കിൽ ഈ രക്തം വെച്ചിട്ട് മാർക്ക് ചെയ്ത് വിടുമ്പോഴത്തേക്കും ആ ഒരു കഴുത്ത് കടിക്കുന്നവൻ പുറകെ വന്നിട്ട് അവൻ ഈ വഴി പോയെന്നും പറഞ്ഞ് അതിലേ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ മറ്റൊരിടത്ത് ഒളിച്ചു നിന്ന് അവന്റെ തലയിലേക്ക് കമ്പ് കൊണ്ട് 2-3 അടി അവൻ താഴെ വീഴുന്നതും അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കാണെങ്കിലും തെറിച്ചു പോകുന്നു. അപ്പോഴേക്കും ആ ഒരു കഴുത്ത് കടിക്കുന്നവൻ പറയും, ശരി നിന്നെ കൈ കൊണ്ട് അടിച്ചു കൊന്നാല് ശരിയാവത്തില്ല, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ ആ ഒരു തോക്കെടുക്കാനായിട്ട് ഇവൻ താഴേക്ക് എടുത്ത് ചാടുമ്പോൾ അവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. നമ്മൾ ഈ മമ്മി സിനിമയിൽ കാണുമല്ലോ മനുഷ്യനെ തിന്നുന്ന വണ്ടുകൾ പോലത്തെ, അത് ഇപ്പോൾ ഒരുപാടായിട്ട് അതിനുള്ളിലേക്ക് വന്ന് കഴുത്ത് കടിക്കുന്നവനെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുകയാണ്. അതുമല്ല അവന്റെ എല്ല് മാത്രം വെറുതെ വിട്ടിട്ടാണ് അത് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയുള്ളൊരു മരണം എന്തായാലും ഇവന് കിട്ടി, അതെന്തായാലും നന്നായി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹീറോ, റോയി, സ്റ്റെഫിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണ്. അപ്പോൾ ഹീറോയ്ക്കും സ്റ്റെഫിനിക്കും നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് രക്തവും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞിട്ട് അവനും അങ്ങനെ പോവാണ്. അതേസമയം റോയി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാണിക്കുമ്പോൾ അവൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ പഴയ കാലത്തെ ഒരു പുലി ഉണ്ടല്ലോ അതിപ്പോ അവളുടെ മുന്നിലേക്ക് ചാടി വരുന്നു. അതിന്റെ കൂർത്ത പല്ലുകൾ കാണുമ്പോൾ തന്നെ ഇവളെ എന്തായാലും കടിച്ചു കീറുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അവളാണെങ്കിലും അങ്ങനെ റെഡി ആയിട്ട് നിന്നിട്ട് ഇത് ചാടി വരുന്ന സമയത്ത് അവൾ ഒഴിഞ്ഞു മാറുന്നതും ഇത് പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ വീഴാണ്. അങ്ങനെ അതിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറഞ്ഞിങ്ങനെ വരുന്ന സമയത്താണ് സ്റ്റെഫിനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിപ്പോ കഴുത്തിൽ കടിയും കൊണ്ട് അവൾ ഇവിടേക്ക് വരുന്നത്. അതുമല്ല സ്റ്റെഫിനിയുടെ മുന്നിലേ ആ ഒരു റോയി എന്ന് പറഞ്ഞ പെണ്ണ് വന്ന് നിൽക്കുന്നതും സ്റ്റെഫിനി ആണെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ശരീരം മൊത്തം വീക്ക് ആയതുകൊണ്ട് തന്നെ റോയി അവളെ ഒരു ഒറ്റ ചവിട്ട് അവൾ നേരെ വന്ന് വീഴുന്നതോ താഴെയുള്ള ആ ഒരു പുലിയുടെ അടുത്തേക്ക് അത് അവളെ കടിച്ചു കൊല്ലുന്നതും അവളുടെ ഗെയിമും അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഒരു ഷോയുടെ വെളിയിൽ കാണിക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഹീറോയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഹീറോ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുമല്ല ആ ഗെയിമിലുള്ള ഒരുപാട് പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പല സമയങ്ങളിലും ഹീറോ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഹീറോയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഹീറോയെ വെറുതെ വിടാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോസ്റ്റ് ആയാലും പറയുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട, ഹീറോ തന്നെ ജയിക്കും എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ അവിടെയുള്ള ഒരു ഗാർഡ് ലാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണല്ലോ അവൾക്ക് എന്തോ ഒരു സിഗ്നൽ കൊടുക്കുന്നതും അവൾ അവിടെയുള്ള ഒരു ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഈ ഗെയിമിനായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരിപ്പോൾ നോക്കുമ്പോൾ എന്തോ ഈ ഒരു ഹാക്കർ വരുന്നത് പോലെ ഒരു മെസ്സേജ് അവർക്കിങ്ങനെ വരുന്നതും അതെല്ലാം അവർ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റിപ്പോർട്ടർ അയച്ച എന്തോ ഒരു മെസ്സേജ് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലാറയാണ് എന്തോ ഒരു കാര്യം ചെയ്തത് എന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡ്യൂസർ അവിടേക്ക് ചെന്ന് ലാറയുടെ അടുത്ത് സംസാരിക്കാണ്ട് വരുമ്പോൾ അവളൊരു തോക്ക് വെച്ച് ആ ഒരു പ്രൊഡ്യൂസറിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. കാരണം ലാറയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ തെറ്റായിട്ടുള്ളൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു എതിർപ്പ് കാണിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ കൊന്നത്. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പോൾ ഒരു ഗെയിം അവസാനിപ്പിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് അവൾ നേരെ ആ ഒരു റൂമിലേക്ക് വരുന്നതും ഇവിടെ ആ ഒരു ഗെയിമിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ റോയും ഇവർ രണ്ടുപേരും ഒരു മരുഭൂമിയിലേക്കാണ് വന്നിറങ്ങുന്നത്. സത്യത്തിൽ ഇതാണ് അവസാന ആ ഒരു റൗണ്ട്. സീക്രട്ട് ആയിട്ട് ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു റൗണ്ട് ഇതാണ്. അപ്പോഴേക്കും ആ ഒരു ഹോസ്റ്റ് വന്നിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള റൂള് പറയാണ്.
ശരി, നിങ്ങൾക്ക് ഈ ഒരു മരുഭൂമി വിട്ട് എവിടെയും രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അതുമല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ദേ ഈ ഒരു ചങ്ങല ഇടാൻ പോവാണ്. ഇത് തുറന്ന് പോകാനായിട്ടുള്ള ആ ഒരു ചാവി ഈ ഒരു മണലിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും, നിങ്ങളുടെ അടുത്തോ കുറച്ച് ദൂരെയായിട്ടോ എവിടെയെങ്കിലും. അത് കണ്ടുപിടിച്ച് നിങ്ങൾ തുറന്നതിന് ശേഷം നിങ്ങളുടെ ചുറ്റിനായിട്ട് ദേ ഈ ഒരു സർക്കിൾ ഉണ്ടാവും. ആ ഒരു സർക്കിൾ കഴിഞ്ഞ് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ജയിക്കുന്നത്. ശരി, നല്ലതുപോലെ കളിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നിന്റെ കുട്ടികൾ നിനക്ക് വേണ്ടി അയച്ചൊരു മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഹോസ്റ്റ് അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു കീ അന്വേഷിക്കുകയാണ്. അതുമല്ല, ഹീറോയുടെ വയറിലാണെങ്കിൽ കുത്തുകൊണ്ടതുകൊണ്ട് ഒരുപാട് രക്തവും പോകുന്നുണ്ട്. അപ്പോൾ റോയി പറയുന്നുണ്ട്, അവസാന റൗണ്ട് വരെ നിന്നെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ, നിന്നെ ഇവിടെ വെച്ച് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് ഹീറോയെ നല്ലതുപോലെ അടിച്ച് അവൾ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഹീറോയെ കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് അവളൊരു ട്വിസ്റ്റ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ നിന്റെ ഭാര്യയെ കൊന്നത് ആരാണെന്നറിയോ, അത് ഞാനാണ്. കാരണം ഞാനൊരു സീരിയൽ കില്ലറാണല്ലോ, ഇതല്ലാതെ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ അങ്ങനെ അടിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ ഒരു സൈക്കോ പെണ്ണിനെ പിടിച്ച് നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും ആ ഒരു ഹോസ്റ്റ് പറയുന്നുണ്ട്, കുറച്ചുകൂടി വിട്ടു കഴിഞ്ഞാൽ അവൻ എന്തായാലും അവളെ കൊല്ലും, അതുകൊണ്ട് ഉടനെ തന്നെ വിട്ടുകൊടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവരുടെ അടുത്തേക്കും ഒരു ഡൈനോസർ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അതേസമയം റോയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ആ ഒരു കീ എങ്ങനെയോ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവൾ കാലിലെ ആ ഒരു ചങ്ങല അഴിച്ചിട്ട് രക്ഷപ്പെട്ട് പോകാനായിട്ട് വരുമ്പോൾ അവിടെ ഇപ്പോൾ ഒരു 2 ഡൈനോസർ കൂടി വരികയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു ഗെയിമിലുള്ളതല്ല, അറിയാതെ വന്നു പോയതാണ്. അതുകൊണ്ട് ഈ ഒരു 3 ഡൈനോസർ ഇവിടെ ഉള്ളത് കണ്ട് അത് പരസ്പരം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് പരസ്പരം കടിക്കുകയെല്ലാം ചെയ്യുന്നു. ആ ഒരു സമയത്ത് റോയി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഓടുന്ന സമയത്താണ് അവളുടെ ആ ഒരു ചങ്ങലയുടെ മുകളിലേക്ക് ഒരു ഡൈനോസർ വന്ന് വീഴാണ്. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് വലിച്ചൂരിയിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോയെ അതിലൊരു ഡൈനോസർ പെട്ടെന്ന് അടിച്ച് ദൂരേക്ക് എറിയുന്നതും അവൻ വന്ന് വീഴുന്ന സ്ഥലത്ത് അവൻ്റെ കയ്യിൽ എന്തോ കുത്തിക്കയറുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ അവൻ്റെ ആ ഒരു ചങ്ങല അഴിക്കാനുള്ള ആ ഒരു കീ ആയിരുന്നു അത്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് ഓടുന്നതും ഇപ്പോൾ റോയി ആണെങ്കിലും ആ ഒരു ചങ്ങലിൽ നിന്ന് എങ്ങനെയും പിടി വിട്ടിട്ട് അവർ രണ്ടുപേരും ഓടുകയാണ്. ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ഒരു ഡൈനോസർ മാത്രം ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു ടൈം അവസാനിക്കാറാവുന്നതും ഹീറോ ആ ഒരു സർക്കിളിലേക്ക് ചാടി വന്ന് വീഴാണ്. ആ ഒരു സമയത്ത് റോയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ തല പൊട്ടിത്തെറിച്ച് അവൾ മരിക്കുകയും ചെയ്യുന്നു. അതോടെ നമ്മുടെ ഹീറോയും രക്ഷപ്പെട്ടു. ആ ഒരു ഡൈനോസർ ആണെങ്കിൽ ആ ഒരു മതിലിനെ അപ്പുറത്തായി പോയി. അപ്പോൾ ഇതെല്ലാം കണ്ട ജനങ്ങളെല്ലാവരും നല്ലതുപോലെ സന്തോഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ ജയിക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു ഹോസ്റ്റിന് മുന്നിൽ ലാറ വന്നിട്ട് തോക്ക് കാണിച്ചിട്ടാണ് പറയുന്നത്, ഇതിപ്പോൾ എത്ര കൂടുതലായിട്ടുള്ളൊരു ഗെയിമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ, ഇത്രയും ടോർച്ചറായിട്ട് എന്തിനാ അവർക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കുന്നത്, നീ ഇത് അനുഭവിക്കണം എന്നും പറഞ്ഞിട്ട് ആ ഒരു ഹോസ്റ്റിനെ പിടിച്ച് ഇപ്പോൾ ആ ഒരു ഗെയിമിനകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു ഗെയിം കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അവനാണെങ്കിലും ഈ ഒരു ഹോസ്റ്റിനെ ഡൈനോസർ അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ലാറ അവൻ്റെ അടുത്തേക്ക് വന്ന് തോക്ക് കാണിച്ചിട്ടാണ് മറ്റുള്ളവരെ എങ്ങനെയാണോ അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ അവനും വേണം എന്ന് പറയുന്നതും വേറെ വഴിയില്ല. ആ ഗെയിമിനകത്തെ ഡൈനോസർ ആ ഒരു ഹോസ്റ്റിനെ ഇപ്പോൾ കടിച്ച് അങ്ങനെ വിഴുങ്ങാണ്. അതുകൊണ്ട് ആ ഒരു ഹോസ്റ്റ് മരിച്ചു. അതേസമയം നമ്മുടെ ഹീറോ ആണല്ലോ ജയിച്ചത്. അതുമല്ല, ഉള്ളിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയതുകൊണ്ട് ആ ഒരു വേദന ഹീറോയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെളിയിലുള്ള സെക്യൂരിറ്റികളെല്ലാം അകത്തേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് വന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാണ്. ലാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണും എല്ലാവരും ഷൂട്ട് ചെയ്ത് അവരെല്ലാവരും മരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ദേഹത്തും ഒരു ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഹീറോ താഴേക്ക് വീഴുമ്പോൾ ഹീറോ മരിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയത്താണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ അവൻ്റെ കുട്ടികളായിട്ടിരുന്ന് അങ്ങനെ ആഹാരം കഴിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഒരു ഇന്നസെൻ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം ആ ഒരു ഗെയിമിലൂടെ തന്നെ ആ ഒരു പെണ്ണ് ആ ഒരു സത്യം പറയുകയും ചെയ്തു. അതുകൊണ്ട് ഹീറോ റിലീസായിട്ട് ഇപ്പോൾ അവൻ്റെ ഫാമിലിയോടൊപ്പമാണ് കഴിയുന്നത്. അതുമല്ല, ഇപ്പോൾ ടി വിയിൽ കാണിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ നിർത്തിവെച്ച ആ ഒരു ഗെയിം ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആവാൻ പോവാണ്. കാരണം ഒരുപാട് ജനങ്ങൾക്കും ആ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടു. അതിനുവേണ്ടി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത്തവണ ആ ഒരു ഗെയിമിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ ഒരുപാട് അപ്ഗ്രേഡുകൾ ആ ഒരു ഗെയിമിൽ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഡൈനോസർ അല്ലാതെ അതിൻ്റെ ദേഹത്ത് മിസൈലുകളും തോക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ആ ഒരു ഗെയിം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.